ഓക്കെ, അവസാനത്തെ മുട്ട, റെഡ് മുട്ട. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇപ്പൊ വരും. ഓ വാറൻ. ഹൈ ഫ്രണ്ട്സ്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചുച്ചു ചാൾസ് പാർട്ട് അവസാനത്തെ പാർട്ടാണ്. ഇതോടെ അവസാനിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആ എട്ടുകാലിക്ക് പരിണാമം സംഭവിച്ചിട്ടുണ്ടായവനെ അടിച്ചോട്ടിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഇനി ഒരു മുട്ട കൂടെ അടിച്ചു മാറ്റി കൊണ്ടുവരണം. എന്നിട്ട് എടുത്ത ആ 3 മുട്ടകളും കൊണ്ട് മറ്റേ പ്രിസത്തിൽ കൊണ്ടേ വെച്ച് അത് 3ഉം ഇല്ലാതാക്കണം. ഇവിടെയാണ് നമുക്ക് ആ മിഷൻ ഉള്ളത് സുഹൃത്തുക്കളെ. സോ ലെറ്റ്സ് ഗോ ദേർ. ഓക്കെ, അപ്പൊ അവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റോറി ഞാൻ ആദ്യം മുതൽ ചെറുതായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും വെറുതെ ഒരു രസം അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് എരന്യേരം എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. ഇവിടെ ഒരു മോൺസ്റ്റർ ഉണ്ട്, ചൂച്ചു ചാൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എട്ടുകാലിക്ക് ട്രെയിനിലുണ്ടായ ഒരു സാധനമാണ്. അത് നരകത്തുനിന്ന് വന്ന ഒരു മോൺസ്റ്റർ ആണെന്നൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. വലിയ കാര്യമൊന്നുമില്ല. ചെറിയ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരും, 2 കിട്ടിക്കഴിഞ്ഞാൽ മൂടും പൊക്കി ഓടും. അതാണ് അതിന്റെ പാട്. പിന്നെ നമ്മൾ ഈ ഐലൻഡിലുള്ള ഒരാളല്ല, നമ്മൾ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. ഒരു മോൺസ്റ്റർ ഹണ്ടർ ആണെന്നൊക്കെയാണ് നമ്മളെ തന്നെ വിളിക്കുന്നത്. ഒരു സ്വയം പ്രഖ്യാപിത മോൺസ്റ്റർ ഹണ്ടർ. വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം ഈ ഐലൻഡിൽ പല സ്ഥലങ്ങളിലായിട്ട് 3 മുട്ടകൾ മൊത്തത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ 3 മുട്ടകളും നമ്മൾ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് അത് നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പക്ഷെ കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വാറൻ എന്ന് പറയുന്ന ഒരു ചങ്ങായി ഉണ്ട്. അതായത് ഈ ഐലൻഡിലെ മൊത്തം ഭരിക്കണവനാണെന്നൊക്കെയാണ് പറയുന്നത്. റേഡിയാണ് പൊട്ടിയത് സുഹൃത്തുക്കളെ, പേടിക്കണ്ട, ആരും പേടിച്ചില്ലല്ലോ. ഓക്കെ, അതായത് ഈ ഐലൻഡിലെ ഒരു മുതലാളിയാണത്ര. ഇവിടെ കുറെ മൈനുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ അവന്റെ സാധനങ്ങളാ. ഓക്കെ, അപ്പൊ ആ ഒരു ചങ്ങായി എന്തിനോ വേണ്ടി ഈ 3 മുട്ടകൾ പ്രൊട്ടക്ട് ചെയ്യണേ. എന്തിനാണെന്ന് അറിയില്ല. 2 കിട്ടാത്തതിന്റെ കേടായിരിക്കും. ഒന്ന് കാണട്ടെ. 2 കൊടുക്കുന്നുണ്ട്. ഐ ആം വെയിറ്റിംഗ്. നമ്മൾ ഓൾറെഡി ഇതിലെ 2 മുട്ടകൾ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമ്മൾ അടിച്ചു മാറ്റിയാൽ മതി. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പ്രിസൺ ഉണ്ട്. ഈ ഐലൻഡിൽ തന്നെ ഒരു പ്രിസൺ ഉണ്ട്. സോ ആ ഒരു പ്രിസത്തിൽ നമ്മൾ ഈ 3 മുട്ടകളും കൊണ്ടുപോയി വെച്ച് ഈ 3 മുട്ടകളും നശിപ്പിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ അങ്ങനെ ആ മുട്ട രക്ഷിക്കാൻ വേണ്ടി ചാൾസ് വരുന്ന സമയത്ത് നമുക്ക് ചാൾസിനെ ഈസി ആയിട്ട് അടിച്ചിടാന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാന്. അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയില്ല. ഉള്ള കാര്യം ഉണ്ട് പറയാലോ. ഇതിലുള്ള ഒരു ചങ്ങായി പറഞ്ഞ ഐഡിയ ആണ്. അവനെ ചാൾസ് പിടിച്ചോണ്ടായി, അത് വേറെ കാര്യം. പിന്നെ ഈ ചാൾസിന് എനർജി അബ്സോർബ് ചെയ്ത് പവർ കൂട്ടാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ നമ്മൾ ഈ മുട്ട പൊട്ടിക്കാൻ വേണ്ടി പ്രിസത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റേ മുട്ടന്റെ സ്ഥലമാണ് സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, എവിടെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്? അയ്യോ, മറന്നു. ഓക്കെ, ആ മുട്ട നമ്മൾ പ്രിസത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ പ്രിസം വലിയൊരു എനർജി പുറത്തു വിടുന്നൊക്കെ പറയുന്നത്. സോ ആ ഒരു എനർജി അബ്സോർബ് ചെയ്ത് ചാൾസ് ഭയങ്കര പവർഫുൾ ആവും അത്ര. അതായത് എന്തോ ഹെൽ ചാൾസ് അങ്ങനെ എന്തോ സംഭവം എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, വിഷയമുള്ള കാര്യമേ അല്ല. ഓക്കെ, ഇതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ഏതായാലും ഇവിടുത്തെ എഗ്ഗ് അടിച്ചു മാറ്റിക്കൊണ്ടാവാം. ഓക്കെ, ഇവിടെ നിന്ന് കിട്ടാവുന്ന സ്ക്രാപ്പുകളൊക്കെ അടിച്ചു മാറ്റട്ടെ. സ്ക്രാപ്പുകൾ നമുക്ക് നല്ല അത്യാവശ്യമാണ്. കാര്യം ഈ മിഷനിലൊന്നും നമുക്ക് സ്ക്രാപ്പ് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, എന്താ പറയാനുള്ളത്? ഇവിടെ എന്താ സെതസ്കോപ്പ് ഒക്കെ വെച്ചിരിക്കുന്നത്? അല്ല, സെതസ്കോപ്പ് അല്ല, ടെലിസ്കോപ്പ്. സോറി ബോസ്. You're the archivist my father told me about. ഓ, ഇവൻ മറ്റോന്റെ അച്ഛനാണ്. അല്ല സോറി, മറ്റോന്റെ മകനാണ്. യൂജീന്റെ, നമ്മൾ ആദ്യം കണ്ടില്ല ഫസ്റ്റ് എപ്പിസോഡിൽ യൂജീൻ ചാൾസ് പിടിച്ച് കൊന്നില്ലേ, അവൻ തന്നെ, അവന്റെ മകനാണ്. ഇവന്റെ വിചാരം എന്താണെന്നറിയോ? യൂജീൻ ഇപ്പോഴും മെയിൻലാൻഡിൽ നിൽക്കുകയാണ്, നമ്മുടെ കൂടെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ചത്ത കാര്യം അറിഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മുടെ അടുത്ത് എന്തോ എക്സ്പ്ലോസീവ് എന്തോ തന്നിട്ടുണ്ട്. അതായത് എന്തോ ബോംബ് പോലെ എന്തോ സംഭവം തന്നിട്ടുണ്ട്. അതിവിടെ ഏതൊക്കെയോ പില്ലറിൽ കൊണ്ടുപോയി വെക്കാനാ പറയുന്നത്. അതാകുമ്പോൾ ചാൾസിനെ എളുപ്പത്തിൽ കൊല്ലാൻ പറ്റും അത്ര. ഇവൻ സ്വയം കണ്ടുപിടിച്ച സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത്. വാപ്പാന്റെ മോൻ തന്നെ. വാപ്പ ഇപ്പൊ മറ്റവന്റെ വയറ്റ് കിടക്കുണ്ടാവും, അതുള്ള വ്യത്യാസം. റിമോട്ട് എക്സ്പ്ലോസീവ് 8 ഉണ്ട്. സോ 8 പില്ലർ ഉണ്ടാവും തോന്നുന്നു. ഓ, ഇതെന്താ എരന്യേരം? ഓ ഓ, വന്ന് എടാ, ഇവൻ ഈ സമയത്ത് തന്നെ വരണ. ബാ ആടക്ക. ഇതൊന്ന് സൗണ്ട് എഫക്ട്സ്. അതാ, പോടാ. നമുക്കിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്തെന്ന് വെച്ചാൽ സ്ക്രാപ്സ് കിട്ടും. ഇനിയിപ്പോൾ ഇതന്നെ ഉള്ളൂ സ്ക്രാപ്സ് ഇട്ട ഒരു വഴി. നമ്മൾ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് തന്നെ ഇനി സ്ക്രാപ്പ് കിട്ടാൻ ഇവൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യണം വേണം. പോടാ പിടിച്ചിക്കാനായിട്ടില്ല. ചീള് ചക്ക. പോ എടാ, ഇതിലുണ്ട കഴിയുന്നില്ലല്ലോ. ഓ, ഇത് അടിപൊളി ഗണ്ണ്. അതിന്റെ ലൈഫ് നോക്ക്. അടിപൊളി. പട ചെറിയ വിളിച്ച് വന്നിക്കാണ്. ആ, പോയി. ലെറ്റ്സ് ഗോ. എവിടെ എത്തി? എവിടെയോ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നന്നായുള്ളോ? ഓക്കെ ഗൈസ്, നമുക്ക് ബോംബ് സെറ്റ് ചെയ്യേണ്ട പില്ലർ നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്തായിരുന്നു. വെരി നൈസ്, ബഹുത്ത് അച്ചാ ഹേ. സോ റിവേഴ്സ് എടുത്ത് പോവാ, വേറെ വഴിയില്ല. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഓ, ഈ പാലത്തിന്റെ അടിയിലുള്ള പില്ലറിലല്ലേ സെറ്റ് ചെയ്യേണ്ടത്? ഓക്കെ. അപ്പൊ ഈ പാലം പൊട്ടിത്തെറിപ്പിക്കാനോ ഒന്നു. ഓ, അപ്പൊ ഈ ചാൾസ് ഇതിനെ വരുന്ന സമയത്ത് പൊട്ടിക്കാലോ. അതാണ്. ഇത് റിമോട്ട് എക്സ്പ്ലോസീവ് എന്നാണ് അതിൽ കണ്ടത്. അതാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും. അല്ല, മാനുവലായിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ അടുത്ത് വല്ല റിമോട്ട് എന്തെങ്കിലും ഉണ്ടാവും, അതിൽ സ്വിച്ച് അമർത്തുകയാണെങ്കിൽ പൊട്ടുമായിരിക്കും. അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നത്.
ഇതിലെവിടെ ബോംബ് വെക്കണ്ടേ? ആ അതാ. ഓക്കെ 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 ഇങ്ങനെ കാണിക്കില്ല. ഓക്കെ അതൊന്ന് 2 വെച്ചു. ഇനി ഇവിടെ 1 3 4 5 6 7 ലെറ്റ്സ് ഗോ. ഓ അത് വളരെ നല്ലൊരു നീക്കായിരുന്നു. ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഒരു ബോംബ് കൂടെ സെറ്റ് ചെയ്യാണ്ട് അതിന് മുമ്പേ നിലത്തേക്ക് എടുത്ത് ചാടി. അത് എവിടെ സെറ്റ് ചെയ്യാനുള്ള? ഓ മണ്ടത്തരം ഈസ് റണ്ണിങ് ത്രൂ മൈ വെയിൻസ്. ഓക്കെ അങ്ങനെ അവസാനത്തെ പില്ലറിലൂടെ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പോളിന്റെ അടുത്ത് പോകണം. യൂജിന്റെ പുത്രൻ. ഹലോ Here, take this. It's the key to the temple. ഓക്കെ ഗൈസ് അങ്ങനെ നമുക്ക് എന്തോ ഒരു താക്കോലൂടെ തന്നിട്ടുണ്ട്. നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ ആ അവസാനത്തെ മുട്ട കൂടെ എടുത്തിട്ട് ഫൈറ്റ് തുടങ്ങിക്കോന്നാ പറയുന്നത്. ശരി എന്നാ പോട്ടെ. അസ്സലാമലൈക്കും. ഓക്കെ ഇവിടെ നിന്ന് ഏകദേശം 728 മീറ്റർ കൂടെ ഉണ്ട് മുട്ട എടുക്കാൻ പോകുന്ന അടുത്തേക്ക്. നമുക്ക് ഇവിടുന്ന് ചാടാൻ കഴിയില്ലേ? ഈടോ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് ചാടാന്ന് വിചാരിച്ചു. ചത്താലും കുഴപ്പമില്ല. ഇതൊക്കെ അല്ലേ ഒരു എന്റർടൈൻമെന്റ്. അങ്ങനെ വെറുതെ വടി പോലെ ഒന്ന് കളിച്ചിട്ട് എന്താ കാര്യം? അവിടെ ഒരു സ്ക്രാപ്പ് കണ്ടിരുന്നു. പോയിട്ടെ. എവിടെ എൻ്റെ സ്ക്രാപ്പ്? വെർ ഇസ് മൈ സ്ക്രാപ്പ്? അതാ. ഓക്കെ കിട്ടേ പോ. സ്കൂ. ട്രെയിൻ എടുക്കണല്ലോ അല്ലേ? മറന്നു. മിക്കവാറും ഈ പാടത്ത് വെച്ചിട്ടായിരിക്കും ചാൾസിന്റെ അന്ത്യം. അല്ലാതെ അവിടെ വെറുതെ എക്സ്പ്ലോസീവ് വെക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഇനി സ്ട്രൈറ്റ് ടു ദ മുട്ട. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. റിവേഴ്സ് അല്ലല്ലോ, ഷോപ്പല്ലേ? ഓക്കെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 80 മീറ്റർ നടക്കാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് ട്രെയിൻ അപ്ഗ്രേഡ് ചെയ്യാൻ വല്ലതും ഉണ്ടോ നോക്കാം. 63 സ്ക്രാപ്പ് ഉണ്ട്. സ്പീഡ് ലെവൽ മാക്സിമം ആക്കണോ അല്ല ഡാമേജ് ലെവൽ 9 ലെവൽ ആക്കണോ? സ്പീഡ് ലെവൽ മാക്സിമം ആക്കാം. ഓക്കെ ബാക്കി ഇനി 35 സ്ക്രാപ്പ് ഉണ്ട്. അതിരുന്നോട്ടെ, മറ്റോ വന്നതിനാണ് അടിച്ചിടാനുള്ളതാണ്. ഓക്കെ ഇതാണ് ആ മൈനിൻ്റെ ഉള്ളിലുള്ള എൻട്രൻസ്. അതിന് മുമ്പ് ഇവിടുന്ന് കുറച്ച് സ്ക്രാപ്പ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് വാരി പെറുക്കട്ടെ. ഓക്കെ ഒന്നുള്ളൂ കഴിഞ്ഞാ അത്രയുള്ളൂ. ഇടൂ ആസ് യൂഷ്വൽ ഒരു ക്യാമ്പ് ഫയർ കടന്ന് കത്തുന്നുണ്ട്. ഓ സ്ക്രാപ്സ്. ഇന്നത്തെ ക്യാമ്പ് ഫയറിന് ഒരു പ്രത്യേകത ഉണ്ട്. മഴ പെയ്യണമെങ്കിൽ നിന്നാണ്ട് കത്തും. പക്ഷെ എന്താല്ലേ അത്രക്ക് അടിപൊളി ഗെയിം അത്. ഓക്കെ ഇനി എന്തായിരുന്നാലും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ സുഹൃത്തുക്കളെ. ലെസ്കോ. ആരും ഇല്ലേ? ഓ ഇതിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ അല്ലേ ആള്. ഓക്കെ ഇത് കുറച്ചുകൂടെ ഒരു അടിപൊളി കേവാണെന്ന് തോന്നുന്നു. കേവല്ല മൈന് കണ്ടില്ലേ? കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കിയ മൈനാണ്. സോ ഇവിടെ കൂടുതൽ ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഹലോ ആരുമില്ലേ? ഇവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ എവിടെ എന്താ കേൾക്കാത്തതെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. ആരോ മൂളിപ്പാട്ടും പാടി വരുന്നുണ്ട്. കേട്ടില്ലേ? വാടാ. ഓ വന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. വരണ്ടേ പോടാ. നമ്മൾ ഗെയിമിനനുസരിച്ചും സിറ്റുവേഷനനുസരിച്ചും പെരുമാറണം. നമ്മൾ ഇതിലുള്ള ആൾക്കാരെ ഫാർ ക്രൈ കളിക്കുന്ന പോലെ വിളിച്ചു വരുത്താൻ പാടില്ല. പതുക്കെ ഇരുന്ന് കുഞ്ഞിനൊക്കെ പോകണം. നമ്മൾ സേഫായി കളിക്കണം സുഹൃത്തുക്കളെ. ഓ അവസരടിയിട്ടില്ല. അതാ പോന്നി എടാ മണ്ട അങ്ങോട്ട് നോക്കടാ. ഓ പൊയ്ക്കാ പിടിച്ച് ഫ്രൈ ആക്കുന്നെ. ഓ രണ്ടെണ്ണം. ഓനോ ഇവിടെ വല്ല സ്ക്രാപ്പ് ഉണ്ടോ? ഓ സ്ക്രാപ്പ്. താങ്ക് യു. ഓ ഇത് നല്ല കളിയാണല്ലോ. അത് ശരി. ബാ അയ്യവാ നല്ല കളി. ഒന്നുകൂടെ കളിക്കാം. കമോൺ. എത്ര നേരം ഇങ്ങനെ ഓടും നോക്കാലോ. ഓ അടുത്താള്. ഓനോ ഓടിക്കോ. എടോ അവിടെ ഇല്ല. അതാ. ഓക്കെ സ്ക്രാപ്സ്. ഓ എടോ ചാവോ അപ്പൊ ചാവും. ഒന്ന് പോടേക്കാ. ഓ ഇതെന്താ? ഓ ചാൾസ് ഉണ്ടാക്കിയാ ഒന്നും അത് കണ്ടില്ലേ? ഓനോ ഇതെന്താ? ഇത് നമ്മൾ വേറെ കേക്ക് കണക്റ്റ് ആയാ? ഓ ഇതെന്താ? ഓ പടാ ഓടയും പാടയും എന്തൊക്കെയാ ഞാൻ പറയുന്നേ. ഓ അടിപൊളി. നമ്മൾ വേറെ എവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗെയിമാണ്. ഓക്കെ ഇവിടെ ആരുണ്ട്? ഓ അതാ കണ്ടിട്ടില്ല. പതുക്കെ അവിടെ ഒന്ന് ഒളിഞ്ഞിക്ക. ഓ ആ വിസിലടി കേട്ടില്ലേ? ബ്ലഡി ഫൂൾ. അതിൻ്റെ ഇടയിൽ കൂടെ ചാൾസും വന്നാ? ഓ ചാൾസും വന്നു. പക്ഷെ ഇങ്ങോട്ട് കയറാൻ കഴിയില്ലല്ലോ മണ്ടൻ. പുറത്തിങ്ങനെ നിന്ന് നോക്കുന്നുണ്ടാവും. അല്ല ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറി വരുമോ? നമ്മൾ നേരത്തെ ഒരു സംഭവം കണ്ടില്ലേ? അല്ല ഇങ്ങോട്ട് കയറി വരുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇവിടെ വന്ന് മുട്ടിടുക? അതെ അത് നല്ലൊരു ചോദ്യമാണ് സുഹൃത്തുക്കളെ. ഓ വിസിലടി കേട്ടില്ലേ? അല്ല വിസിലടിയില്ല, ഹോണടി കേട്ടില്ലേ? വിസിലടി ഹോണടി ഒക്കെ ഉണ്ട്. ഓക്കെ ഇപ്പോൾ ആരും ഇല്ലാതെ തോന്നുന്നു അവിടെ. അതാ ഉണ്ട്. ഓ അവൻ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വന്ന് ഇതിൻ്റെ ഉള്ളിൽ പോകുമെന്ന് തോന്നുന്നു. ഓക്കെ അപ്പോൾ അവൻ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് പോവാം. അല്ലി മണ്ടയ്ക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാൻ വയ്യ. ഒന്ന് പോടേക്കാ. നമുക്കുണ്ടാ പേടി. ഇനിയിപ്പോൾ ഇതേ വന്നിട്ട് എന്തുണ്ടാക്കാനാ? ഓ ഡെഡ് മര്യാദക്ക് ഫ്രണ്ടിക്ക് പോയാൽ മതിയായിരുന്നു. ഓടാ. ഓക്കെ അവനെങ്ങനെയൊക്കെ മറികടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതാ വഴി? ഓ ഇവിടെ എന്താ വെളിച്ചം കാണുന്നുണ്ട്. അതാ കിട്ടി. ലെറ്റ്സ് ഗോ. അടുത്ത വഴി. ഇതൊക്കെ ഏതാ വഴി? ഓ നോ ഐസ്ക്രാം. പോടാ. ആയിട്ടില്ല. ലൈഫ് എത്ര ഉണ്ട്? ലൈഫുണ്ട്. കുഴപ്പമില്ല. ഓ ട്രഷർ. അത് വേണ്ട, അത് വല്ല പെയിൻറ്റ് ബക്കറ്റും ആയിരിക്കും വലിയ. ഓക്കെ ഗൈസ് നമ്മൾ അങ്ങനെ തിരിച്ചു പോവുകയാണ്. ഉള്ള അവന്മാരുണ്ടാവുമോ? ഓ ഇത് വേറെ സംഭവമാണ്. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഓ പടാ. ഓ അവിടെ ഒരു സ്ക്രാപ്പ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെയും എടുക്കണം. ചത്താലും എടുക്കണം.
ആ ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ എന്താ? ഹലോ ആരില്ല. ഓ ബടാ അല്ല നമ്മളിവിടെ എവിടെയും ട്രെയിൻ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ നോ ഒന്ന് പോടക്ക. ഓക്കെ ട്രെയിനിനെ കാണാനല്ല. ആ ചാൾസിന്റെ ഹോണടിയും കേൾക്കുന്നുണ്ട്. സബാഷ്. ആ അതാ ട്രെയിൻ നിൽക്കുന്നത്. ഓക്കെ ബാക്കിലുണ്ടാ. ആ ബാ ഫ്രൈ ആക്കി തരടാ. ഇപ്രാവശ്യം ഫ്രൈ ആക്കണോ അല്ല ഇതുകൊണ്ട് ഹെഡ് ഷോട്ട് അടിക്കണോ? ഇതുകൊണ്ട് ഹെഡ് ഷോട്ട് അടിക്കുക, അത് അടിപൊളിയായിരിക്കും. ആ ബാ അതാ വേറൊരുത്തന്നെ വരുന്നുണ്ട്. കൊരക്കണോ അവൻ. ബ്ലഡി ഫുൾ. എൻ്റെ അടുത്ത് കളിച്ചതിന് ഇതായിരിക്കും അവസ്ഥ. ചാൾസിന്റെ ഹോണറി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. പോയിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് 3 മുട്ടകളും കിട്ടിയിട്ടുണ്ട്. പച്ച, നീല, ചോപ്പ്. 46 സ്ക്രാപ്പ് ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. അതിരിക്കട്ടെ, ട്രെയിനിന്റെ ലൈഫ് കൂട്ടാൻ ആവശ്യം വരും. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ മിഷൻ, അതായത് ചാൾസിന്റെ അന്ത്യം കുറിക്കുന്ന മിഷൻ. സോ ലെറ്റ്സ് ഗോ മൈ ബോയ്, ലെറ്റ്സ് ഗോ. അല്ല അങ്ങോട്ടല്ല നിക്ക്. ഇങ്ങോട്ടായി വെറി പിടിച്ച് പോകുന്നേ. സോറി, അങ്ങോട്ട് തന്നെ ആയിരുന്നു. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അടുത്തന്നെ. ഓ അതാ അതിന്റെ മുകളിലാണെന്ന് തോന്നുന്നു ആ പ്രിസർ ഉള്ളത്. ഓ അവിടെ ഗാർഡ്സ് ഉണ്ട്, കണ്ടില്ലേ? വെരി നൈസ്, ബഹുത്ത് അച്ഛാ ഹേ. റെഡി അല്ലേ മോനുസ? ഇതാണ് അവസാനത്തെ മിഷൻ. ഇതോടെ എല്ലാം അവസാനിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഓ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, കണ്ടില്ലേ? പക്ഷെ നമുക്കുണ്ടാ പേടി. അവിടുന്ന് സ്ക്രാപ്പ് കിട്ടോ? സ്ക്രാപ്പ് ഐ നീഡ് സ്ക്രാപ്പ്. ഇവിടെ സ്ക്രാപ്പ് ഒന്നുമില്ല. ഇവിടെ എവിടെയും സ്ക്രാപ്പ് ഉണ്ടാ? ഓ അതാ അവന്മാര്. അതെ സ്ക്രാപ്പ്. നൈസ്. സ്ക്രാപ്പ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖ. അത് എടുക്കുമ്പോഴൊരു സൗണ്ട് ഇല്ലേ? അയ്യവാ, അതിന് വേണ്ടിയിട്ടാണ് സ്ക്രാപ്പ് എടുക്കുന്നത്. അതിൻ്റെ ആ സൗണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ. എവിടെ എത്തി? ഇങ്ങനെ സ്ക്രാപ്പ് പറഞ്ഞ് മരിച്ചതിന് നമ്മളെ മിക്കവാറും അവന്മാർ വന്ന് കൊല്ലും തോന്നുന്നു. ഓ ഇവിടെ എത്തിയാ? അത് ശരി, ഞാൻ ഇവിടെ എത്തിയാ. ഓക്കെ, അത് തുറക്കും ചെയ്തു. ഇവിടെ ഒന്നും ആരും ഇല്ലേ? വിസിലടി മാത്രം കേൾക്കുന്നുണ്ട്. ഹലോ എടാ, ആരും വന്ന് കൊല്ലടാ. ഇവിടെ ഇപ്പം ആർക്കും വേണ്ടേ? അതാ ഇനി വാ. ഇതൊക്കെയല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ്. അവന്മാരിങ്ങനെ മൂപ്പിച്ച് വിട്ടിട്ട് നമ്മളിങ്ങനെ മിഷൻ തുടങ്ങണം. അപ്പോൾ ഒരു സുഖ. ഓക്കെ, ഇതാ നമ്മുടെ മുട്ട, ഇതാണ് പ്രിസം. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ഉണ്ടാവേണ്ടത്? നമുക്ക് 2 കണ്ണും തുറന്ന് വെച്ച് നോക്കാം. അടച്ചു വെച്ച് നോക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? ഓക്കെ, അവസാനത്തെ മുട്ട, റെഡ് മുട്ട. ലെറ്റ്സ് ഗോ. ഇപ്പോൾ വരും. ഓ വാറൻ. ഹൈ ഫ്രണ്ട്സ്. ഓ വാറന്റെ കൂട്ടുകാരും. ഒന്ന് പോടക്ക. മുട്ട നിലത്ത് വെച്ചിട്ട് ഓടിപ്പോവാനാ പറയുന്നേ. ഒന്ന് പോടക്ക. നിന്നെ പോലെ എത്ര രൂപയിൽ കണ്ടിട്ടുള്ള ഞാൻ. അവൻ്റെ ഒരു വെച്ചു അവസാനത്തെ മുട്ടയും വെച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ എനർജി എക്സ്പ്ലോഷൻ. ഇനി ഇതിന്ന് ചാൾസ് ഈ എനർജി അബ്സോർബ് ചെയ്തിട്ട് വലിയ സംഭവം. അതാ ചാൾസ് വന്നു. ഹായ്. എൻ്റെ മോനെ. അതെനിക്കിഷ്ടമായി. ആ നോട്ട് എനിക്കിഷ്ടമായി. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിപ്പോവേ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതാ വാറനെ പിടിച്ച് നിന്ന്. വാറനല്ല അത്. അതെ വാറൻ മണ്ടൻ. അപ്പോഴേ പറഞ്ഞാണ് അവൻ്റെ അടുത്ത്. ഓക്കെ, ഇനി നമ്മളായിരിക്കും മിക്കവാറും കളിക്കേണ്ടത്. അതെ ലെറ്റ്സ് ഗോ. പോടാ. അവൻ്റെ കയ്യും കാലൊക്കെ നോക്കേ. അടിപൊളി. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഇങ്ങനെ ടഫാക്കണം ഗെയിം, അല്ലാതെ എന്താ രസം? ഓക്കെ, എന്താ? അത് ശരി, നമ്മൾ ടെലിപ്പോർട്ടായാ? ഓക്കെ, ഓടാ. ഇത് റീലോടെയുള്ള ടൈം ഉണ്ടെങ്കിലേ തീ അവനെ ഏക്കുമെന്നാവോ? ഇത് തീ കണ്ണല്ലാതെ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇവനിനി മറ്റേ പാലത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകണം തോന്നുന്നു. തീ കണ്ണ് വർക്കാവുമെന്നാവോ അല്ലേ? ഇവൻ തീയിലല്ലേ മൊത്തമുള്ളത്. വർക്കൗണ്ട്. ഓക്കെ, അവൻ്റെ മേത്ത് മൊത്തം തീയാണെങ്കിലും ആ ഗണ്ണ് വർക്കാവുന്നുണ്ട്. ഓക്കെ, അത് നല്ല കാര്യം. സോ അവനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാം. വീണ്ടും ടെലിപ്പോർട്ടേഷൻ. ഓക്കെ, അത് നോക്കേ. സൂര്യനാണോ ചന്ദ്രനാണോ? എന്തോന്ന്. നമ്മൾ മറ്റേ വെയർ ഹൗസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പോടാ. എൻ്റെ മോനെ, ഇത് അടിപൊളി. ഈ കണ്ണെടുത്തത് മണ്ടത്തരം. ട്രെയിനിൻ്റെ ഹെൽത്ത് കഴിഞ്ഞു. ട്രെയിനിൻ്റെ പോടാ. ഞാൻ എന്തിനാ ഈ കണ്ണെടുത്ത് വെടിയിക്കുന്നേ? ഞാൻ അറിയാണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, റോക്കറ്റ് ലോഞ്ചർ. അത് നല്ല കൊണ്ടു. എൻ്റെ മോനെ,
വിഷ്വൽ എക്സ്പീരിയൻസ്. ലെറ്റ്സ് ഗോ. ഓക്കെ, റോക്കറ്റ് ലോഞ്ചർ നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഗണ്ണും അടിപൊളിയാണ്. ഇത് ഞാൻ വിചാരിച്ച പോലെയല്ല, അടിപൊളിയാണ്. നല്ല നല്ല ലൈഫ് പോകുന്നുണ്ട്. ഓ അവൻ്റെ ലൈഫ് ഉണ്ടല്ലേ, 13 പോയിട്ടുണ്ട്. ഗൈസ് ഈ പോർഷനൊക്കെ ഞാൻ മാക്സിമം കട്ട് ചെയ്യാതെ ഇടാൻ നോക്കാം, കാര്യം എന്നാലും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. പൊട 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 പൊട. ഓ ലൈഫ് ചെയ്യുന്നുണ്ട് എൻ്റെ. പൊട 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 പൊട. പതുക്കെ യൂസ് ചെയ്യാം. ഓ എന്താ ഓക്കെ, അടുത്ത ടെലിപ്പോർട്ടേഷൻ. ഓക്കെ ഓക്കെ, ഗണ്ണ് മാറ്റി. ഓക്കെ, റോക്കറ്റ് ലോഞ്ചർ. ഓ അത് കൊണ്ടില്ല, അവൻ ടെലിപ്പോർട്ട് ചെയ്ത്. പട. ഓ ചാവാറായി, അവൻ ചാവാറായി. ഉപ്പച്ചാവും. ഇനി ഏതാ? സ്നൈപ്പർ. പട. ഓ ചത്തി. ഓ എന്തപ്പം ഉണ്ടാവുന്നേ ലൈഫ്. ഓ ലൈഫ് വല്ലാണ്ടൊന്നും കുറഞ്ഞിട്ടില്ല. ദാറ്റ്സ് നൈസ്. എടാ പോടാ. ഇനി ഏത്? സ്നൈപ്പർ തന്നെ എടുക്കാം. ഓ റോക്കറ്റ് ലോഞ്ചർ എടുക്കായത്. പക്ഷേ കുഴപ്പമില്ല. ഓ ലൈഫ് തീരാറായി. ചാവാറായി. ഉപ്പച്ചാവും. ഓക്കെ. ചത്തില്ലേ? എന്താ ചാവാത്തേ? റോക്കറ്റ് ലോഞ്ചർ കൊണ്ട് അവസാനിപ്പിക്കാം. ലെറ്റ്സ് ഗോ. ചത്ത്. ഓ നമ്മൾ മറ്റേ പാലത്തിൻ്റെ അവിടെ എത്തി. ഞാൻ പറഞ്ഞില്ലേ അതന്നെ ഞാൻ പാലം പൊട്ടും. ചാവ്. ഓ നിലത്ത് വീണ്. ഇനി എന്താ ഉണ്ടാവുക? ഓ എൻ്റെ പോലെ അതെനിക്കിഷ്ടായി. ആ ചോരെങ്ങനെ പോകും നോക്ക്. ഓ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക സുഖം. ചത്തി. ഈ ഒരു ഗെയിം ഒരൊറ്റ ഒരാൾ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. ആ ഉണ്ടാക്കിയ ആൾക്ക് ബിഗ് സല്യൂട്ട്. 2 സ്റ്റാർ ഗെയിംസ്. ഓക്കെ, എസ്പെഷ്യലി അവസാനത്തെ ഭാഗമൊക്കെ ഇല്ലേ, പക്ഷെ എൻ്റെ മോനെ വിഷ്വൽ എക്സ്പീരിയൻസ് നൈസായിരുന്നു. കഴിഞ്ഞില്ലേ? അതെന്താ എടാ വേറെ മുട്ടയാണോ? ശരി. പൈസ അതെന്തോ ആമൻ്റെ തലയിൽ കണ്ണുപോലല്ലേ? ആമൻ്റെ തലയിൽ കണ്ണുപോലെ. എനിക്ക് മാത്രം തോന്നുന്നതാണോന്നറിയില്ല. ഓ മുട്ട പൊട്ടണുണ്ടാ? എടാ അത് ശരി. ഇപ്പോൾ വേറെ മുട്ടകളുണ്ടാ? ഇതൊന്നു മാത്രമേ ഉള്ളൂ ഒന്നോ? ഓക്കെ. ഓ ഇതിന് സെക്കൻഡ് പാർട്ട് വരാനേക്കോ? എനിക്കറിയാം ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു എന്ന് അറിയാം, പക്ഷെ അത് ഇങ്ങനെയായിരുന്നൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ, എന്താ മിന്നാമിന്നിങ്ങാ? ഇനി അതൊക്കെ മുട്ടകളാണാ? അത് വേറെന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അല്ലല്ല, അത് മുട്ടകളല്ല, ഈ ഒറ്റ മുട്ട ഉള്ളോ? അതെ അത് മുട്ടയാണെങ്കിൽ ആ മതിലിൻ്റെ മുകളിലൊന്നും മുട്ട ഉണ്ടാവില്ലല്ലോ. ഓക്കെ ഇത് വിരിയും തോന്നുന്നു. ഇല്ല, പറ്റിച്ചു. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.